കോഴിക്കോട് പേരാമ്പ്ര ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവതിയുടെ അമ്മ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. മകനെ പിന്നെ പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു. മൂത്ത മാന പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തട്ടി മാറ്റിയതിനെ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അതിപ്പോൾ ഒരു 8 കൊല്ലമായി. മോന് 6 വയസ്സുള്ളപ്പോൾ മൂത്ത മോന്. ഇത് സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഒരു സമയം ഇന്നലെ രാവിലെ വീട്ടിൽ ഞാളാരുമില്ല, വീട്ടിൽ നിന്നല്ലല്ലോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഓള് സ്വന്തമാണ് അവിടെ, വേറെ ആൾ വേണ്ട. അപ്പോൾ ഓനെ അവിടെ അതിക്രമിച്ച് കയറി. പിന്നെ ഓൻ്റെ കൂടെ പോകണമെന്ന് 2.5 വർഷമായി വിവാഹം മോചിതമായതാ. രണ്ടാമത്തേൽ ഓൻ്റെ കൂടെ പോകണം. അപ്പോൾ ഓള് പറഞ്ഞ് ഇപ്പോൾ ഞാനിവിടെ ചികിത്സയിലാണ്, എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ പുറത്ത് വന്നിട്ട് നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം. അപ്പോൾ പിന്നെ പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ച് വേഗം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ബോട്ടിലിൽ വെള്ളം എടുത്ത് വരുമ്പോലെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ട് വരുമ്പോലെ കാണിച്ച് വെള്ളം അവൾ വിചാരിക്കുന്ന വെള്ളമെന്നാ അങ്ങനെ മുഖത്തേക്ക് ഒഴിച്ച് ഫ്ലാസ്കിലാണ് കൊണ്ടുവന്നത്. 2 ദിവസം മുന്നേ യുവതി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ പിന്നെ ഓളെ ആങ്ങളെ കൊണ്ടുവന്ന സമയത്ത് പിന്നെ ബൈക്കിൻ്റെ പിന്നിലിങ്ങനെ ഓണടിച്ച് വന്നപ്പോൾ ഓല് ചോദിച്ചു എന്താ വേണ്ട, മോന് അമ്മേനെ കാണണമെന്നാണ്. അപ്പം പറഞ്ഞ് പിന്നെ ഞങ്ങളെ പീടിയൻ്റെ അടുത്തുനിന്ന് കാണാം, അവിടെ നിർത്തി. അപ്പോൾ ഇവ ഇങ്ങനെ അരയിലിങ്ങനെ കൈവച്ചിട്ട് എന്തോ എടുക്കാൻ നോക്കുന്നുണ്ടെന്ന് ഓളെ അഞ്ചൻ പറഞ്ഞു. അപ്പോൾ അന്നേരം ടൗണിലെത്തിയതിനെ കൊണ്ട് അതൊന്നും ചെയ്യാനായില്ല. ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവള് വീട്ടിൽ 2-3 ദിവസം പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് 2-3 ദിവസം വീട്ടിൽ കിടന്നിരിക്കും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഈ ഇതിൻ്റെ വാർപ്പിൻ്റെ എയർ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഓളെ. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവളെ ഫോണിൻ്റെ ഫോണായിട്ട് കാണത്തില്ല. അപ്പോൾ വേറൊരു നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം കാണണമെങ്കിൽ എൻ്റെ ഫോണൊന്ന് ഓണാക്കിയാൽ കാണാം, പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിക്കുന്നുള്ള ഒരു തെളിവ് ഞാൻ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓളൊന്ന് ഫോൺ ഓണാക്കിയതാ. അപ്പോൾ അതൊക്കെ ഓളെ ഫോണിലുണ്ട്, ആ ഫോട്ടോ ഒക്കെ. എപ്പോഴും പറയും എങ്ങനെയാണ് എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാവരെയും ഓളെ മാത്രമല്ല അച്ഛനെ അമ്മേനെ ആങ്ങളേനെ ഒക്കെ കൊല്ലും. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ്. ഞങ്ങളെ പരാതികളൊരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ. ഞാളിങ്ങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കും. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു 1.5 കൊല്ലം മുന്നേ വീട്ടിൽ വന്നിട്ട് എന്നെ അടിച്ച് ഓളെ അടിച്ച് പിന്നെ ഓല് തന്നെ പിന്നെ വനിതാ പോലീസൊക്കെ വന്നിട്ടാണ് ഞങ്ങളെ ആസ്പത്രിയിൽ കൊണ്ടുവന്നതും പിന്നെ ഓല് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയതൊക്കെ. എന്നിട്ട് കേസ് കൊടുത്തിട്ട് അതിനെപ്പറ്റി പിന്നെ ഒന്നുമില്ല. പിന്നെ ഈ പരാതി ഞങ്ങൾ എയർ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു എന്തിനു കൊടുക്കാനാ, ഇനി പിന്നെ ഇതൊക്കെ ഉണ്ടാവും, ഇത്രയൊക്കെ ഉണ്ടാവും, അതൊന്നും അറിയാം. അതുകൊണ്ടാണല്ലോ പിന്നെ വാണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 4 പ്രാവശ്യം അല്ലെ ഒരു 3 പ്രാവശ്യമൊക്കെ അല്ലേ വാണിംഗ്. ഇത് 5-8 പ്രാവശ്യം കേസ് കൊടുത്തിട്ടും വാണിംഗ് വിട്ട് അവനെ വിടുകയാണ് അവർ ചെയ്യുന്നത്. ബാലുശ്ശേരി പോലീസിലാണ് ഞങ്ങളെ പരാതി. ഇപ്പം പരിക്ക് ഒന്നും പറയാനായില്ല, ഡോക്ടർ വന്നിട്ടില്ല. ഒരു കണ്ണ് തിരെ അടഞ്ഞു പോയിക്ക്, ഒരു ഭാഗം മുഖവും വല്ലാത്തൊരു രൂപം. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഉള്ളിൽ കഴിച്ചു പോയിക്ക്, വായിലായിട്ട് തൊണ്ടയിലൊക്കെ പൊള്ളിയിക്കുന്നുണ്ട്. ഇന്നലെ ഛർദ്ദിച്ചപ്പോൾ രക്തമൊക്കെ വന്നിന്. ഇപ്പം പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാനാവുന്നില്ല, ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഛർദ്ദിച്ചു പോവുകയാണ്. നെഞ്ച് മൊത്തം ഉണ്ട്. പോലീസ് അന്ന് ഒരൊന്നും ചെയ്തില്ല. ഞങ്ങളെ നാട്ടും പുറത്തുള്ള ആൾക്കാർ തന്നെ ഇവർ എത്ര പ്രാവശ്യം ഇങ്ങനെ കേസ് തന്നിട്ട് നിങ്ങളെന്താ അവനെങ്ങനെ വിടുന്നത്, ഇത്രയും പിന്നെ ഇങ്ങനെ ചെയ്തിട്ട്. ഞങ്ങളെ വീട്ടിൽ 8 കൊല്ലമായ വീട്, ഒരു 15 കൊല്ലമായ വീടിൻ്റെ പഴക്കമുണ്ട്. എന്നുവെച്ചാൽ ഒക്കെ ഒരു ജനലിന് പോലും ചില്ലില്ല. അതൊക്കെ പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ കാണിക്കലുണ്ട് ഓല അതെല്ലാം കണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഓല് പോകും. ഒരു നടപടി ഇതുവരെ. പിറ്റേ ദിവസം വിടും. ഓളെ മർദ്ദിച്ചിട്ടില്ല. ഫോണിലൊക്കെ ഓളെ മുഖം വെച്ചിട്ട് മറ്റുള്ള ഓരോ രൂപങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് അത് ഓളെ ഫോണിലേക്കല്ല വേറൊരുത്തരുടെ ഫോണിലൊക്കെ കണ്ടിട്ട് ഓളോട് ഇങ്ങനെ പറയും ഇതിനെപ്പറ്റി ഇങ്ങനെ പല വീഡിയോ വരുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ. ഓള് എന്ത് ചെയ്യാനാ. അന്നേരം ഓൾ ഒരിക്കലും പോയിട്ട് പരാതി കൊടുത്തിക്കും. ഓളെ വക്കീലിനെ വിളിച്ച് പറഞ്ഞേരം അയാൾ പറഞ്ഞ് പരാതി കൊടുക്കണമെന്ന് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് മുഖമുള്ളത് അങ്ങനെ അയച്ചു ഓരോരുത്തരുടെ ഫോണിലേക്കൊക്കെ ഇങ്ങനെ ഇടും. പിന്നെ ഫോണിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഓരോരോ ഇതൊക്കെ വെച്ചിട്ട്
പിന്നെ ഇങ്ങനെ ഇടും. ഓരോരുത്തരുടെ ഫോണിലൊക്കെ ഒളിങ്ങനെ ഞങ്ങളോട് പറയും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളെന്താ ഇതിനെപ്പറ്റി ഒന്നും പറയാത്ത. അത് പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. ഈ വിവാഹമോചനത്തിന് ശേഷമാണ് അമ്മയെ ആക്രമിച്ചത്? അല്ല, അത് മുന്നെയാണ്. അത് പിന്നെ ഇതുപോലെ തന്നെ മൂത്ത മോന പിന്നെ ആസിഡ് ഒഴിച്ചൊക്കെ അന്ന, ഇത് ഒഴിച്ച് പെട്രോൾ ഒഴിച്ചൊക്കെ അന്ന. അപ്പോൾ അത് ചെറിയ മോനെയും കൊണ്ട് ഓള് ഓൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഓൻ്റെ വീട്ടിൽ നിന്ന് ഓളെ കാണാണ്ടായിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചേടിയാണ് ഒളിപ്പിച്ചതെന്ന് വെച്ചാൽ കാണിച്ചില്ലെങ്കിൽ വലിയോനെ ഞാൻ ഇവിടെ വെച്ചിട്ട് കൊല്ലും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാത്ത സംഗതി ഇനി എന്നോട് ചോദിച്ചിട്ട് എന്താ, ഞാൻ അറിയില്ല, അങ്ങനെ ഇവിടേക്ക് വന്നിക്കില്ല. അല്ലല്ല, ഓളെ മൂത്ത മോന. അപ്പോൾ ഓന 13 വർഷമായിട്ട്. അല്ലല്ല, ഓള് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഇയാളാണ്. അത് പിന്നെ ഹെൽമെറ്റ് ഉണ്ട്. അതിപ്പോൾ അടുത്താണ്, ഈ ലാസ്റ്റ് പോരുന്ന സമയത്ത് ആണ് ഹെൽമെറ്റ് കൊണ്ടൊക്കെ അടിച്ച് ഹെൽമെറ്റ് കൊണ്ട് എറിയുകയൊക്കെ ചെയ്തിട്ടാണ്. അന്നേരം കുറേ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് കീഴെടുക്കാനൊക്കെയാണ് അവർ പറയുന്നത്. അല്ലല്ല, സ്നേഹിച്ച് പോയതാണ്. പിന്നെ ഞങ്ങൾ നല്ലോണമായി പിന്നെ വീട്ടിലൊക്കെ വരികയും നല്ല ഇതിലാക്കി. മൂത്ത മോനെ പ്രസവിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചൊക്കെ. അപ്പം കുഴപ്പം ഇടയ്ക്ക് ഇവന് കുഴപ്പമെന്ന് വെച്ചാൽ മദ്യപിച്ചാൽ എപ്പോഴും കുഴപ്പം തന്നെയാണ്. പിന്നെ കുറച്ച് പിന്നെ മുന്നോട്ടെത്തിയപ്പോൾ 2-3 പ്രാവശ്യം കുടിയൊക്കെ നിർത്തിയാൽ പിന്നെ മദ്യപിച്ചാൽ വെറും പ്രാന്ത. അങ്ങനെയാണ് എല്ലാവരും അടിക്കും. ഞങ്ങളൊക്കെ മുന്നിലിട്ടിട്ട് ഓളെ വല്ലാണ്ട് അടിക്കും, തലയ്ക്കൊക്കെ അടിക്കുകയും. കണ്ണൊന്നുമില്ല, ഒരു കണ്ണ് പോയിക്കോളെ, ഒരു കണ്ണിനിങ്ങനെ കൈവച്ച് കുത്തിയിട്ട് എന്നിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി കലങ്ങിപ്പോയതാണ്. അത് ഓൻ്റെ കൂടെ എല്ലാവരും തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഒരു പറഞ്ഞ് പിന്നെ കണ്ണൊന്നും ചെയ്യാൻ പറ്റൂല, അഥവാ ചെയ്താൽ രക്തം നിൽക്കില്ല, നിങ്ങൾ ചെയ്യണ്ട. ഓളിങ്ങനെ കണ്ണട വെച്ച് ഗ്ലാസ് ഇങ്ങനെ മാറ്റി വെക്കും. അത് ഓൻ കുത്തിയത്. ഇപ്പോൾ ഏത് കണ്ണാന്ന് ഇപ്പോന്ന് എനിക്ക് ഓർമ്മയില്ല. ഓളെ ആദ്യത്തെ കണ്ണ് ഏതാണ് കാണാത്തെന്നുള്ള. ഇതിപ്പോ എന്നിട്ട് വിവാഹമോചനത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? 13 വർഷമായല്ലോ. ഇത് ലാസ്റ്റ് മർദ്ദനം സ്വന്തമായിട്ട് ഓള് സ്ഥലം വാങ്ങി വീടൊക്കെ വെച്ച്. ഓള് ഞാൾ SC പെട്ടതാ, പരവൻ. അവൻ തീയരാ. അപ്പോൾ ഓക്ക് സ്ഥലം കിട്ടി, ബ്ലോക്കിൽ നിന്ന് സ്ഥലം പാസത്തിന് പൈസ പാസ്സായി പുരയൊക്കെ വെച്ച് ചെറിയൊരു പുരയൊക്കെ ഉണ്ടാക്കി കൂടി. പിന്നെ ദിവസം വന്നിട്ട് ഈ പുരയൊക്കെ അടിച്ച് തകർത്ത് കക്കൂസ് ഒക്കെ പോക്കി കുറച്ച് സാധനമൊക്കെ ഉണ്ട്, ഒക്കെ അടിച്ച് തകർത്തേരെ. പിന്നെ ലാസ്റ്റ് ഓള് പറഞ്ഞതാ, ഈ വീട് ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ഞാൻ നോക്കൂ, പിന്നെ ഇനിയും കളിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. പിന്നെ ഓള് പോന്നു, വീട്ടിലേക്ക് വന്നിക്കില്ല. ആടെ നിന്ന് അടി 2.5 വർഷമായി. 2 കുട്ടികൾ. ആവശ്യം അതാണ് ഇന്നലെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. ഓൻ്റെ കൂടെ വരണം, ചികിത്സയൊന്നും ചെയ്യേണ്ട, ഓൻ്റെ കൂടെ ചെല്ലാൻ. ഈ കുട്ടികളിൽ മൂത്ത കുട്ടിയാണ് പെട്രോൾ ഒഴിക്കാൻ പെട്രോൾ ഒഴിച്ചത്. പെട്രോൾ ഒഴിച്ചേക്ക് തീയിട്ടങ്ങനെ സിഗരറ്റ് അടിക്കാൻ നോക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തട്ടിത്തെറിപ്പിച്ചിട്ട് അന്ന് പിന്നെ ഇതിലൊക്കെ ചൈൽഡ് ലൈനിലൊക്കെ പരാതി കൊടുത്താൽ ഞാൻ. അപ്പോൾ പിന്നെ സ്കൂളിൽ സ്കൂളിൽ നിന്നാണ് ഇതിൻ്റെ കേസ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ പോയപ്പോൾ പിന്നെ മാഷോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു കുട്ടീനെയാണ് കൊല്ലാൻ നോക്കിയത്, ഈ സ്കൂൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് മാഷ്ക്കറിയാം, എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന്. അപ്പോൾ മാഷ് പറഞ്ഞ കേസ് ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് മോശമാണ്, എന്തെങ്കിലും ആകട്ടെ. ഓനെച്ചാൽ അങ്ങനെ ചെയ്യുമെന്ന് ഓനൊരു സംഗതി പറഞ്ഞാൽ ചെയ്യും. ഓനെ ഒരിക്കലും റോഡുമ്പിലിട്ട് അടിച്ചിട്ട് അന്ന് ഇയാൾ കേസ് കൊടുത്തിട്ട് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ നിന്ന് ഓൻ്റെ പിന്നെ പോലീസിൻ്റെ മുന്നിൽ നിന്ന് ഓൻ്റെ വേളയിലൊക്കെ പിടിച്ചത്. എനിക്ക് തോന്നുന്നില്ല എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ വീട്ടിൽ വരൂലാലോ. പിന്നെ അത് ഓരോരോ വാണിങ് കൊടുക്കും, ഇങ്ങനെ പോറത് അമ്പാത്തേക്ക് പോറത് ഈ ഭാഗത്ത് പോറത്. പിറ്റേ അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 മാസം കഴിയുമ്പോൾ പിന്നും വരും. ഇപ്പം ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, ഓന് ശിക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്നാ ശിക്ഷയൊക്കെ ഉണ്ടാകാന്ന്. അതൊക്കെ കഴിഞ്ഞ് ഓൻ വീണ്ടും വരൂലേ. ഓനെ അർഹിക്കുന്ന ഈ ശിക്ഷയല്ല, ഓൻ ജനങ്ങളാലെ കൈ കൊണ്ട് തീരാനുള്ള ശിക്ഷ. ഇതുപോലെ ഓളിക്കിടക്കും പോലെ ഓനും കിട്ടണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഓനും അനുഭവിക്കണം. ഓന് പോലീസിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ എന്ന് വെച്ചാൽ ഓന് കുറച്ച് കാലം അവിടെ നിന്ന് നല്ല തിന്ന് കൊഴുത്ത് ഓനെ ഇറങ്ങാം. ഏതെങ്കിലും കാലത്ത് ഓനെ ഇറങ്ങാണ്ടിരിക്കൂലോ. അതല്ല ഓന് വേണ്ട ശിക്ഷ. ഓനെ ഇതുപോലെ ഓനെ ചെയ്യണമെന്നുള്ളത്, ഈ ഇവള് അനുഭവിക്കും പോലെ.
ഈ പുനർവിവാഹത്തിന് വല്ലതും ആലോചിക്കുന്നല്ലോ ഉണ്ടായിരുന്നു? പുനർവിവാഹത്തിന് ആലോചിക്കുന്നൊന്നുമില്ല. ഓള് പറയുന്ന ഇതാണ്, മക്കൾ വലുതാകട്ടെ എന്നിട്ട് വേണമെങ്കിൽ കഴിക്കാം. എന്നുവെച്ചാൽ മക്കൾക്ക് ബോധ്യമാണോ അമ്മ പിന്നെ ഇവരെ വിട്ടിട്ട് വേറൊരാളെ കൂടെ പോയതല്ല എന്നുള്ള അതാണ് ഓള് പറയുന്നത്. ഒരു 15 വയസ്സ് മൂത്ത മോനാകട്ടെ എന്നിട്ട് ഞാൻ എത്രയോ ആൾക്കാർ വന്ന് ഇവിടെ ഈ നഴ്സിംഗ് കോഴ്സിന് പോയാലും തന്നെ എത്രയോ ആൾക്കാർ വന്ന്. ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കല്യാണം വേണം, പിന്നെ കഴിക്കുകയോ പിന്നെ ഇപ്പം വേണ്ട. ഓള് പറയുന്ന സമയത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ പറയണം, ഞാൻ കഴിക്കാൻ തയ്യാറാണ്, മക്കളൊന്നുമുള്ള പ്രശ്നമല്ലാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഞാൾ പറഞ്ഞു ഇപ്പം പറ്റിയല്ല. ഓളും പറഞ്ഞു ഇപ്പം പറ്റിയല്ല, സമയമാട്ടെ എന്നിട്ട് കഴിക്കാം. എന്തോ അല്ല, അതൊന്നും അവനറിയൂല. അത് ഞാൾ മാത്രം ഒന്ന് പറഞ്ഞെന്നല്ലാണ്ട് അത് പുറത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല. സംഭവത്തിന് ശേഷം മകളോട് സംസാരിച്ചിരുന്നു. അവരെന്താ പറഞ്ഞത്? നേരെ സംസാരിക്കാൻ വന്നിട്ട് എന്തെങ്കിലും പ്രകോപനം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ മുഖത്ത് ഒഴിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഓള് പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് സംസാരിക്കാനാകില്ല, ഞാനിവിടെ ഇപ്പം ട്രീറ്റ്മെൻറ്റിന് വന്നതാണ്, എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് പറയാൻ പറ്റൂ, ഇപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോവാം പറഞ്ഞിട്ടാണ് പിന്നെ വെള്ളം എടുത്ത് വരട്ടെ വന്ന് പിന്നോട് പറഞ്ഞു നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞു, ഇവിടെ എത്രയോ രോഗികളുണ്ട്. ആദ്യം റൂമക്കാരി കച്ചറുണ്ടാക്കിയതാണ്. അപ്പം രോഗികളുണ്ടെന്ന് പറഞ്ഞോള് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആണ് ഒഴിക്കുന്നത്. ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവതിയുടെ അമ്മ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വളരെ മാരകമായ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് യുവതിക്ക് പരിക്കേറ്റത്, യുവതിയെ ആക്രമിച്ചത് എന്ന് അമ്മ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു.